ഉരുളികുന്നത്തിൽ ലുത്തീനിയ നൽകുന്ന വായനാനുഭവം കേരളത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അതിലൂടെ സ്വന്തം ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് ചുഴിഞ്ഞിറങ്ങാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും? അധ്യാപകർ എന്ന നിലയിൽ ഈ പാഠഭാഗം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നത് രസകരമായ അനുഭവമായിരുന്നു. സ്വന്തം ബാല്യകാലം തന്നെയാണ് ഇതിൽ ഞങ്ങൾ കണ്ടത്. പ്രത്യേകിച്ചും പരാമർശിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്കും പരിചിതമായതിനാലാകാം. എന്നാൽ സക്രിയ നടന്നു തീർത്ത ലോകങ്ങളും ഭാവനയിലെ സ്വപ്ന ലോകങ്ങളും ദിവാസ്വപ്നങ്ങളും നമ്മൾ ആരെങ്കിലും കണ്ടിരുന്നുവോ? ഒരിക്കലുമില്ല. ആ ലോകത്തിലൂടെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ആടയാഭരണങ്ങളില്ലാത്ത ആ ഭാഷ സക്രിയയ്ക്ക് നൽകിയ പുറം ലോകവും അതിലെ കാഴ്ചകളും മാത്രമാണ് ഞങ്ങൾ തേടുന്നത്. അതിനപ്പുറം ഒരു മൗലിക പ്രതിഭയെ സൃഷ്ടിച്ച ആ വിശാല ലോകം ഞങ്ങളുടെ ചെറിയ കണ്ണുകൾക്കും കൊച്ചു ഹാൻഡിക്യാമിനും എത്രയോ അകലെയാണ്. ഇത് പാലാപട്ടണം. ഇവിടെ നിന്നാണ് സക്രിയയുടെ ജന്മദേശമായ ഉരുളികുന്നത്തേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിലെ അവസാന മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത പാലമാണിത്. പാലായിൽ നിന്ന് പൊൻകുന്നത്തേക്കുള്ള വഴിയുടെ തുടക്കം. ഇന്ന് പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലം കൂടി പണി തീർന്നിരിക്കുന്നു. താഴെ കോട്ടയം ജില്ലയുടെ ജലസ്രോതസ്സായ മീനിച്ചിലാണ്. പാലാ പൊൻകുന്നം റോഡിലെ മടുക്കക്കുന്ന് പാലത്തിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ സക്രിയ നേരിട്ടും സങ്കല്പത്തിലൂടെയും വെട്ടിപ്പിടിച്ച ദേശങ്ങൾ കൂടി കാണാൻ അല്പം വളഞ്ഞും തിരിഞ്ഞുമൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു വലിയ എഴുത്തുകാരനെ സൃഷ്ടിച്ച ആ ദേശങ്ങൾ കാണാൻ അന്യനാട്ടുകാരായ മഹാജനങ്ങൾക്കും താല്പര്യമുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് നഗരപ്രാന്തമായ 12ാം മൈൽ. വലത്തേക്ക് കാണുന്ന റോഡിലൂടെ പോയാൽ വെള്ളിയപ്പള്ളിയിലെത്താം, കടപ്പാട്ടൂരും. ആ വഴി നമുക്ക് വിടാം. നേരെ പോയാൽ കുമ്പാനിയിലെത്തും. ഗ്രാമസൗന്ദര്യം ഇന്നും ഈ പ്രദേശത്തിന് സ്വന്തം. ഒരു കാലത്ത് പാലാ പ്രദേശം അടക്കി വാണിരുന്ന മീനിച്ചിൽ കർത്താക്കന്മാരുടെ ആസ്ഥാനം. പാലം കടന്നാൽ അവരുടെ പിന്മുറക്കാരെ കാണാം. പഴയ വെമ്പലനാട്, സംസ്കൃതത്തിലെ ബിംബിലി ദേശം, വിഭജിച്ചുണ്ടായ തെക്കുംകൂർ രാജ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭരണവംശത്തിന്റെ ചരിത്രം കിടക്കുന്നത്. ഈ വഴിയിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചാമക്കാല പള്ളിയായി, ഇന്നത്തെ മീനച്ചിൽ പള്ളി. ഇത് വിളക്കുംമരുത്. സക്രിയ എന്ന വായനക്കാരന് ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ വായനശാല. വീട്ടിൽ നിന്ന് തുടങ്ങിയ വായനാശീലത്തിന് തിടം വെച്ചത് ഈ ഗ്രന്ഥശാലയിൽ നിന്നാണ്. 6 മൈൽ ദൂരം താണ്ടിയാണ് അദ്ദേഹം ഇവിടെ പുസ്തകത്തിനായി എത്തിയിരുന്നത്. വിളക്കുംമരുത് കവലയിൽ നിന്ന് വലത്തേക്ക് കാണുന്ന വഴി കൊച്ചുകൊട്ടാരത്തിലേക്കാണ്, അവിടെ നിന്ന് വലിയ കൊട്ടാരത്തിലേക്ക്. ഈ പ്രദേശമെല്ലാം പൂവരണി എന്ന നാമത്തിൽ ഒതുങ്ങും പുതുതലമുറയ്ക്കും അന്യനാട്ടുകാർക്കും. ആ പേരുകൾക്ക് പിന്നിലെ മഹാത്ഭുതങ്ങൾ ഇന്നും ആരെയും ഹരം കൊള്ളിക്കാതിരിക്കില്ല. ഈ കാണുന്നത് കൊച്ചുകൊട്ടാരം LP സ്കൂൾ. വലിയ കൊട്ടാരം എന്ന സ്ഥലം പേരിൽ മാത്രം. വഴിയിലൂടെ പോകുമ്പോൾ എടുത്തു കാണിക്കാൻ ഒരു കവല പോലുമില്ല. ഇനി വൈകിയിലേക്ക്. പാലാ പൊൻകുന്നം റോഡിലെ പ്രധാന കവല. സമ്പന്നമായ ഒരു വാണിജ്യകാലത്തിന്റെ ഭൂതകാല പ്രതാപം ഈ കൊച്ചു നഗരത്തിനുണ്ടായിരുന്നു. ഇന്ന് ചന്ത പേരിന് മാത്രം. കുരുമുളകും മഞ്ഞളും ഇഞ്ചിയും നിറഞ്ഞിരുന്ന തെരുവോരങ്ങൾ ഇനി ഓർമ്മകളിൽ മാത്രം. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ വിളക്കുമാടമായി. സക്രിയയുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഈ സ്കൂളിലായിരുന്നു. ഇവിടെ നിന്ന് 3 കിലോമീറ്ററാണ് മല്ലികശ്ശേരിയിലേക്കുള്ള ദൂരം. ഞങ്ങൾ ആ വഴി പോയില്ല. തിരികെ പൈകയിലെത്തി പൊൻകുന്നം റോഡ് വഴി നേരെ യാത്ര തുടർന്നു. 13 മുറി എന്ന് സക്രിയ പറഞ്ഞ സ്ഥലം ഇന്നത് പൈക ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷൻ ആണ്. ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന വഴിയെ പോയാൽ ഉരുളികുന്നത്തെത്താം. ബസ്സിൽ ഉരുളികുന്നത്തെത്തണമെങ്കിൽ ഇതാണ് വഴി. പോകുന്ന വഴിക്ക് നായിപ്ലാവ്, ചെങ്ങളം, ഇല്ലിക്കോൺ തുടങ്ങിയ സ്ഥലങ്ങളും കാണാം. ആ വഴിയെയും ഞങ്ങൾ പോയില്ല. സക്രിയ പറയുന്ന വഴിയെ മാത്രമേ ഞങ്ങൾ ഉരുളികുന്നത്തേക്കുള്ളൂ. യാത്ര തുടരുകയാണ്. 7ാം മൈൽ. വളരെ ചെറിയ കവല. ഇതാ ഈ കാണുന്ന ചെറിയ കയറ്റമാണ് ഞണ്ടന്മാക്കൽ കുന്ന്. ഈ കയറ്റമിറങ്ങി നമ്മൾ എത്തുന്നത് കുരുവിക്കൂട്ടിലേക്കാണ്. കവിത തുളുമ്പുന്ന സ്ഥലനാമം പേറുന്ന ഈ പ്രദേശം സക്രിയയുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. കവലയിൽ തന്നെ കാണുന്ന SDLPS ഉരുളികുന്നമാണ് സക്രിയ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പള്ളിക്കൂടം. സ്കൂളിനോട് ചേർന്ന് കാണുന്ന ഈ റോഡും ഉരുളികുന്നത്തേക്കാണ്.
പാമ്പോലി കാണേണ്ടവർ എതിർവശത്തേക്കുള്ള വഴിയെ അല്പദൂരം സഞ്ചരിച്ചാൽ മതി. പക്ഷേ സക്രിയയുടെ ഉരുളുകുന്നത്തേക്കാണ് ഞങ്ങൾ. നേരെ മഞ്ചക്കുഴി കവല. എലിക്കുളം, കുരുവിക്കൂടും മഞ്ചക്കുഴിയും ഒക്കെ ചേർന്നതാണ്. ഇവിടെ നിന്ന് ഇടത്തേക്കുള്ള വഴി കാഞ്ഞിരപ്പള്ളിയിലേക്കാണ്. തമ്പലക്കാട് വഴി. മുന്നിൽ നല്ല വളവാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ചു വന്ന സ്ഥലമാണ് മടുക്കക്കുന്ന് പാലം. ഒരു കാലത്ത് ഇവിടം വഴിയാണ് ഉരുളികുന്നത്തുകാർ പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്നത്. ചെമ്മൺ പാതയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഗേറ്റാണ് പാലത്തിങ്കൽ പുരയിടത്തിലേക്ക് എത്തുവാനുള്ള പ്രവേശന കവാടം. സക്രിയയെ ഇന്നും ഭരിക്കുന്ന ലോകത്തിന്റെ നടുമധ്യത്തിലേക്കുള്ള വാതിൽ. ഇവിടെ വെച്ച് ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ കിട്ടി, ഒരു അനുഗ്രഹം പോലെ. മറ്റാരുമല്ല, ഈ ഗേറ്റ് തുറക്കുന്ന ചങ്ങാതി തന്നെ. അദ്ദേഹമാണ് ഇന്ന് ഗേറ്റിന്റെ കാവലാണ്, ചാക്കോച്ചേട്ടൻ. ചാക്കോച്ചേട്ടൻ ഉത്സാഹിയായി മുന്നേ നടന്നു. സക്രിയയ്ക്ക് ആടയാഭരണങ്ങളില്ലാത്ത ഭാഷ സമ്മാനിച്ച ദിവാസ്വപ്നങ്ങൾ നെയ്തുകൂട്ടാൻ കൂട്ടിരുന്ന അതേ നടവഴികളിലൂടെ, പറമ്പുകളിലൂടെ, കൽക്കൂട്ടങ്ങളിലൂടെ. ഈ മണ്ണിലും പാഴിലകളിലുമാണ് സക്രിയ എന്ന മനുഷ്യപ്രാണിയുടെ ഹൃദയത്തെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന നിരവധി താക്കോലുകൾ ഒളിഞ്ഞിരിക്കുന്നത്. ഉരുളികുന്നത്തിന്റെ ലുത്തീനിയയുടെ ആദ്യ വാചകം മനസ്സിൽ തെളിഞ്ഞു. എൻ്റെ ആദ്യകാല കഥകളൊക്കെ ഉരുളികുന്നത്തെ മഴയുടെയും വെയിലിൻ്റെയും തോടുകളുടെയും കാടുകളുടെയും ഇരുട്ടിൻ്റെയും 4 മണി സമയത്തിൻ്റെയും നിലാവെളിച്ചത്തിൻ്റെയും കഥയുടെ മറവിലിരുന്നുള്ള ആരാധനകൾ മാത്രമായിരുന്നു. ഓരോ വാക്കും മനസ്സിലേക്ക് ഓടിയെത്തി. കഥാകാരന്റെ വാക്കുകൾക്ക് നക്ഷത്ര ശോഭ കൈവരുന്ന ജാലവിദ്യയുടെ ഒരംശം ഞങ്ങളെയും അനുഗ്രഹിച്ചതുപോലെ. ഒരു ഇടുങ്ങിയ സ്ഥലം എന്ന കഥയിലെ കുട്ടി മനസ്സിലേക്ക് ഇറങ്ങി വന്നു, സക്രിയയുടെ അതേ രൂപത്തിൽ. വളരെ കാലം മുൻപ് ഒരു തോടിന്റെ പൊങ്ങിയ വരമ്പിലൂടെ ഒരു വശത്തെ വലിയ പുല്ലു പിടിച്ച കയ്യാളിക്കരികെ ചേർന്നുള്ള വഴിയെ അസ്തമനത്തിന് നന്നേ മുൻപായി ദിവസവും വീട്ടിലേക്ക് നടന്നു പോന്നിരുന്ന ഒരു കുട്ടി ജീവിച്ചിരുന്നു. വളഞ്ഞും തിരിഞ്ഞും ഒഴുകുന്ന തോട് ചില വളവുകളിൽ വെള്ളം വരമ്പ് തീർത്തും കാർന്നു തിന്നിരുന്നു. 1 കിലോമീറ്റർ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. പാത രണ്ടായി പിരിയുകയാണ്. നേരെയുള്ള പാതയിലൂടെ, റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള ഒറ്റയടി പാത. ക്രമേണ അതിന് വഴിയുടെ രൂപവും നഷ്ടപ്പെട്ടു. മരങ്ങൾക്കിടയിലൂടെ വേരുകളും കല്ലുകളും കാണിച്ചു തരുന്ന വഴി. കുന്നിറങ്ങിയാൽ പാറക്കല്ലുകളിലൂടെ ഒഴുകുന്ന ഈ കൈത്തോട്ടിലെത്തുന്നു. ഈ കുത്തുകല്ലുകൾ കയറിയാൽ പാലത്തിങ്കൽ പുരയിടമായി. സ്വപ്നം കാണാൻ കൊതിച്ച ഒരു കുട്ടി, അവന്റെ പേര് ഉണ്ണി എന്നായിരുന്നു, ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. പാലത്തിങ്കൽ പുരയിടത്തിലെ ഏത് കല്ലുകളിലിരുന്നാവാം അവന്റെ ഭാവന ആകാശ സീമയോളം വളർന്നത്. ഉണ്ണി എന്ന കുട്ടി, സക്രിയയുടെ ആദ്യ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ണി തൂണിൽ ചാരിയിരുന്ന് ഉറങ്ങി. സ്വപ്നം കണ്ടു. ഉണ്ണി വെള്ളത്തിലേക്കിറങ്ങി. വെള്ളത്തിനടിയിൽ പായൽ പിടിച്ച കരിയിലകളുടെ മീതെ കൂടി മീൻകുഞ്ഞുങ്ങളെ മുട്ടിയുരുമി നടന്നു. പഞ്ഞി പോലെ മൃദുലമായ ഇലകൾ ആ കോണിലേക്ക് നടന്നു. മുകളിലേക്ക് നോക്കിയാൽ പച്ച നിറം മാത്രം, ചുറ്റുപാടും പച്ച നിറം. പായലുകൾക്കിടയിലൂടെ നടന്ന അവസാനം ആ കോണിലെത്തി. ഇരുണ്ട് ചെറുതായി കുളിർമയുള്ള ഈ ലോകത്തിലേതല്ലാത്തതായ ആ കോണ് ഒട്ടലിലകൾ മുകളിൽ പടർന്നു കിടന്നു. ഒരു ചെറിയ കല്ലുണ്ടായിരുന്നു. അതിൽ കയറി നിന്ന് ചുറ്റും നോക്കി. ഉറക്കത്തിൽ ഉണ്ണി ചിരിച്ചു. എന്ത് രസം! ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. ഞാൻ എന്നും ഇവിടെ ഇരിക്കും. ശബ്ദവും അനക്കവുമില്ലാത്ത ശാന്തതയും സന്തോഷവും നിറഞ്ഞ ഇരുണ്ട ജലപ്പരപ്പ് ഉണ്ണിക്ക് ചുറ്റും കിടന്നു. ഉണ്ണിയുടെ ചുണ്ടുകളിലേക്ക് ഒരു പുഞ്ചിരി വീണ്ടും ഇറങ്ങി വന്നു. കൈത്തോട് കയറിയാൽ പ്രവേശിക്കുന്ന റബ്ബർ തോട്ടത്തിലൂടെ നടകളും കുത്തുകല്ലുകളും കയറിയാൽ സക്രിയ ജനിച്ചു വളർന്ന മുണ്ടാട്ട് ചുണ്ടയിൽ വീട്. ഓലമേഞ്ഞ മിനുസമുള്ള ഇഷ്ടികയിട്ട തിണ്ണയും ചാണകം മെഴുകിയ തറകളുമുള്ള വീട്. ഇന്ന് അത്തരമൊരു വീട് സങ്കല്പത്തിൽ മാത്രം.
പുതിയ അവകാശി വീടിന് പുതിയ കാലത്തിന്റെ രൂപം നൽകിയിരിക്കുന്നു. എന്നാൽ ആ പറമ്പും മരങ്ങളും സക്രിയ വിവരിക്കുന്ന കാലത്തെ ഇന്നും നമ്മുടെ മനസ്സിലെത്തിക്കും. വീടിന് ചുറ്റും കറങ്ങുമ്പോൾ ഓർമ്മകൾ സക്രിയയുടെ രേനാലോകത്തിലേക്ക് വീണ്ടും മടങ്ങി. അന്വേഷിച്ചു പോവേണ്ട എന്ന കഥയിലെ വല്യപ്പൻ ഈ പ്രദേശത്ത് തന്നെയല്ലേ എന്നൊരു സംശയം. കാടെന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാടൊന്നുമല്ല. മരങ്ങളുടെയും ചെടികളുടെയും ഞെരുക്കം കൊണ്ട് വെട്ടിത്തെളിച്ച തീരുന്നത് വരെ നിലത്തുകൂടി പാമ്പിഴയുന്നത് പോലെ ഇഴഞ്ഞായിരുന്നുവത്രേ വലിയപ്പൻ അതിലൂടെ സഞ്ചരിച്ചിരുന്നത്. 100 കാളവണ്ടിയിൽ കയറ്റാൻ പാകത്തിലുള്ള ചേന കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന ഉന്നം പിടിക്കാൻ സൗകര്യത്തിന് ഇടത്തെ കണ്ണ് തുരന്നെടുത്തു കളഞ്ഞ ആ വീരനായകൻ ജന്മമെടുത്തത് ഈ ചുറ്റുവട്ടത്ത് തന്നെ, തീർച്ച. കപ്പയും കുരുമുളകും വാഴയും കാപ്പിയും ഇന്ന് പറമ്പിൽ പേരിന് മാത്രം. തെങ്ങുകൾ അവിടെയും ഇവിടെയും ഓരോന്നും. എങ്ങും റബ്ബർ തന്നെ. എങ്കിലും കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന മാവും പുളിയും പേരയും ചാമ്പയും ഒക്കെ ഇവിടെയുണ്ട്. കാറ്റിലാടുന്ന കമുകിൻ കുലകളും. എത്ര ആടിയാലും കൂട്ടിമുട്ടാൻ കൂട്ടുകാരില്ലാതെ. സക്രിയ പിറന്ന വീട്ടിൽ അല്ല, ആ സ്ഥലത്ത് ഇന്നിരിക്കുന്ന വീട്ടിൽ താമസിക്കുന്നത് ഏറാട്ട് രാമകൃഷ്ണൻ നായരാണ്. സക്രിയയെ ചെറുപ്രായം തൊട്ടേ അറിയുന്നയാൾ. അദ്ദേഹവും ഞങ്ങളുടെ കൂടെ കൂടി. വീണ്ടും തൊടിയിലേക്ക് ഉരുളികുന്നം സക്രിയയ്ക്ക് നൽകിയ രഹസ്യ കാഴ്ചകൾ തേടി. ഇതാണ് വരിക്കമക്കൽ കുഞ്ഞുകുട്ടിയുടെ വീട്. രാമകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു. അദ്ദേഹം ഇന്നില്ല. ഇങ്ങനെ പറമ്പേ പുള്ളിയുടെ പുരാടമാണ്, പുരാടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ എല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇത് നടപ്പിലൊരു മടുപ്പുമില്ലാത്ത ആൾക്കാരായിരുന്നു ആൾക്കാർ. അന്ന് ഇവിടെ വാഹനമൊന്നും ഇല്ല. ഇഷ്ടംപോലെ നടപ്പുകാരും ഉണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് നടപ്പുകാരുള്ള ഒരു മേഖലയായിരുന്നു. അതിന് തൊട്ടു താഴെയാണ് കുഞ്ഞുകുട്ടിയുമായി സക്രിയ മണിക്കൂറുകൾ നീണ്ട കുളിയജ്ഞം നടത്തിയിരുന്ന പത്തായക്കല്ല്. രാമകൃഷ്ണൻ ചേട്ടൻ വഴുക്കലുള്ള പാറയിലൂടെ മുന്നോട്ട് നടന്നു. ഒരു കുട്ടിയുടെ പാദസ്പർശത്തെ കൊതിച്ചു കിടക്കുന്ന പാറയിടുക്കുകൾ. ആ കുളിയുടെ രസത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ ഒരിടുങ്ങിയ സ്ഥലം എന്ന കഥയിലെ ഈ ഭാഗം ശ്രദ്ധിക്കൂ. ഈ പറമ്പിലാണ് ഇയാളുടെ സ്നേഹിതൻ വസിച്ചിരുന്നത്. സ്നേഹിതന്റെ പറമ്പ് ചുറ്റിച്ചെന്ന് ഒരു മണിമരത്തിന്റെ കീഴിൽ വച്ച് വലിയ തോട്ടിൽ ചേർന്നിരുന്ന ഈ കൈത്തോട് മുകളിൽ നിന്നും ഇയാളുടെ പറമ്പ് ചുറ്റിയാണ് ഒഴുകി വന്നിരുന്നത്. ഇയാളുടെ പറമ്പിനരികെ തന്നെ ഒരു കടവും ഉണ്ടായിരുന്നുവെങ്കിലും പൊതുവെ സ്നേഹിതന്റെ വീടിന് താഴെ 2 കുന്നുകൾക്കിടയ്ക്ക് ചുറ്റും പരന്നും ഉയർന്നും കിടക്കുന്ന പാറക്കെട്ടുകൾക്കുള്ളിലുള്ള കുഴിയിലാണ് മീൻ പിടിക്കുക, ചിറകെട്ടുക, നീർക്കാങ്കുഴി ഇടുക, കുളിക്കുക തുടങ്ങിയവ നടത്തിപ്പോന്നത്. രാമകൃഷ്ണൻ ചേട്ടൻ നമ്മോട് സംസാരിക്കുന്നത് സക്രിയ എന്ന മഹാനായ എഴുത്തുകാരനെ കുറിച്ചല്ല, പാലത്തിങ്കൽ കറിയാച്ചനെ കുറിച്ചാണ്. സക്രിയ ഗൗരവമുള്ള വിഷയങ്ങളെ അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരനാണ്. ആധുനിക മനുഷ്യന്റെ സങ്കീർണതകളെ ആവിഷ്കരിച്ച മഹാനായ എഴുത്തുകാരൻ. എന്നാൽ മണ്ണിന്റെ ആഴത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ജീവസത്ത ആ ഭാഷയിൽ തുടിക്കുന്നത് കാണാം. അത് അനുഭവിച്ചറിഞ്ഞവർക്കും വിശദീകരിക്കാനാവാത്ത ഒന്നാണ്. എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ എൻ്റെ ഭാഷ അത് ഇടയ്ക്കെല്ലാം നമുക്ക് ഈ ഭാഷയെ സൗന്ദര്യവൽക്കരിക്കാനുള്ള ഈ കാവ്യ ആവേശമൊക്കെ കയറി കളയും. അത് മുമ്പ് ഉണ്ടായിരുന്ന ഇടയ്ക്ക് കയറി നമ്മളിതിനെ ഈ വാക്കുകൾ കൊണ്ട് ഭംഗിപ്പെടുത്തുന്നുള്ള അത് കവിതയുടെ ഒരു ലക്ഷറിയാണ്. ഗദ്യം അതിനെ ലാളിത്യം കൊണ്ടും അർത്ഥം കൊണ്ടുമാണ് പിന്നെ ഭംഗിപ്പെടുത്തുന്നത്. പ്രപഞ്ചത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന വിഖ്യാത കഥ തുടങ്ങുന്ന ആ ദീർഘവാക്യം 2-3 ആവർത്തി വായിച്ചു നോക്കൂ. രഹസ്യമാർന്ന ദൂരദേശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തീക്ഷ്ണ മോഹത്തിൽ വലഞ്ഞും അപരിചിത പുഷ്പങ്ങളുടെ സൗരഭ്യം മനസ്സാശ്വസിച്ചു മതിമറന്നും അകലെ ഏതോ ആകാശങ്ങളിൽ താൻ അറിയാത്ത നക്ഷത്ര സംഘങ്ങൾ തുടിക്കുന്നുണ്ടാവുമെന്നോർത്ത് വിഷാദിച്ചും അജ്ഞാതമായ കൊടുമുടി താഴ്ചകളിൽ കണ്ണാടി പോലെ തിളങ്ങിയൊഴുകി പാറകളിൽ പൊടിഞ്ഞു ചിതറിപ്പായുന്ന പുഴകളുടെ കിലുക്കം ഹൃദയത്തിൽ സ്രവിച്ചും കുഴങ്ങി ഒരു ഗ്രീഷ്മകാലാന്ത്യത്തിൽ ഒരു തവള തന്റെ അരുവിയിൽ നിന്ന് പിടഞ്ഞുകയറി യാത്ര പുറപ്പെട്ടു. ഉരുളികുന്നത്തെ മണ്ണ് സക്രിയയ്ക്ക് നൽകിയത് ജീവന്റെ പൊരുളിനെ തേടുന്ന യഥാർത്ഥ കർഷകന്റെ മനസ്സാണ്. അതിനൊപ്പം പ്രകൃതിയെയും
അതിലെ സമസ്ത ജീവജാലങ്ങളെയും സ്നേഹത്തോടെയും വിസ്മയത്തോടെയും നോക്കിക്കാണാനുള്ള സവിശേഷ സിദ്ധി. അതിൻ്റെ തെളിവുകൾ ആ കഥാലോകത്തിലാകെ നിറഞ്ഞു കിടക്കുകയാണ്. വിചിത്രങ്ങളായ പകൽക്കിനാവുകൾ കണ്ടിരുന്ന ഒരു കുട്ടിക്കാലം സക്രിയ തൻ്റെ അനുഭവക്കുറിപ്പുകളിലൂടെ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കഥകളിൽ പ്രത്യക്ഷമായും അവ വിശദമായി ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. പിൽക്കാല കഥകളിൽ അതിൻ്റെ സ്വാധീനം അനുഭവിച്ചറിയാൻ വായനക്കാരൻ കൂടുതൽ ശ്രദ്ധാലുവാണ്. ഉരുളികുന്നത്തേക്കുള്ള ഈ യാത്ര സക്രിയയുടെ കഥാലോകത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഊർജമാണ് തരുന്നത്. 3-4 മണിക്കൂർ ഈ അന്തരീക്ഷത്തിൽ ചെലവഴിച്ചപ്പോൾ കിട്ടിയ തിരിച്ചറിവാണ്. ഉരുളികുന്നത്തിൻ്റെ ലുത്തീനിയ വായിക്കാതെ ഈ യാത്രക്കിറങ്ങിയാൽ ഞങ്ങൾക്ക് ആ തിരിച്ചറിവ് ലഭിക്കില്ല. അല്ലെങ്കിൽ മറ്റേതൊരു പ്രദേശവും പോലെ ഇതും ഒറ്റ കാഴ്ചയ്ക്ക് ശേഷം കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മറഞ്ഞേൻ. മനുഷ്യനും അവൻ്റെ സ്വന്തം നാടും ഭാഷയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ഇന്ന് ശരിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. തിരികെ യാത്ര ആരംഭിക്കുകയാണ്. മലയാളത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു പടി കൂടി എടുത്ത സന്തോഷത്തോടെ.